ഹായ് ഇന്ന് മോർണിംഗ് തന്നെ തിയേറ്ററിലേക്കാണ് പോയത്. എന്താ വെച്ചാൽ ദൃശ്യം 3 കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുന്ന് പോപ്കോൺ ഒക്കെ വാങ്ങിയിട്ടാണ് പോയത്. മൂവി അത്യാവശ്യം സമയം ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ മൂവിയെ കണ്ട് അടിപൊളി മൂവിയാണ് കേട്ടോ. അങ്ങനെ നേരെ ആ ഓഫീസിലേക്ക് വന്നു. മൂവി കഴിഞ്ഞ് വർക്ക് സ്പേസിൽ എത്തിട്ടോ. അപ്പൊ ഞാൻ പ്രിന്റിംഗ് പരിപാടിയൊക്കെ തുടങ്ങട്ടോ. എന്താ മൂവിയൊക്കെ പോയി വന്നിട്ട് കുറച്ച് സമയമുണ്ട്. എന്നാലും ഞാൻ ഓൾറെഡി ഇന്നത്തേക്കുള്ള ഒരുവിധ പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സീനില്ല. അതിന് കുറച്ചുകൂടി ഇന്ന് പ്രിന്റ് ചെയ്യാനുണ്ട്. അപ്പൊ ആ പരിപാടിയൊക്കെ നോക്കട്ടെ. ഇന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള പ്രിന്റ് എടുക്കണം. ഞാൻ ആ റൂം ഇങ്ങനെ ഇട്ടിട്ടുള്ളത് ഇവിടെ കുറച്ച് കൂട്ടി വെച്ചതാണ്. അതായത് മറ്റിവിടെ തന്നെ പരന്ന് കിടക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ടാസ്ക് ഇരിക്കുമല്ലോ. അതുകൊണ്ട് ഇന്നലെ ഫുള്ള് അടിച്ചു വാരി ഇവിടേക്ക് കൂട്ടി വെച്ച് അങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒന്നായിട്ട് എടുത്തിട്ട് ഇതേപോലെ ഒരു ഗാർബേജിലേക്ക് ഇടാനാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഈ ഒരു ഭാഗം കുറച്ച് വൃത്തിയായി കിടക്കും. അപ്പൊ വലിയ പ്രശ്നമല്ലല്ലോ, ക്ലീൻ ചെയ്യാൻ ടാസ്ക് ആയിരിക്കും. ക്ലീൻ ചെയ്യാൻ ഈസി ആയിരിക്കും. മറ്റെന്താ പറയുക, ഇവിടെ ഫുള്ള് സാധനമായി കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ടാസ്ക് ആയിരിക്കും. അതായത് ഇങ്ങനെ പരന്നെടുക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ഫ്രെയിംസ് ഒക്കെ അവിടെ സെറ്റായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ വൈറ്റ് ഫ്രെയിമിന്റെ കൗണ്ട് എടുക്കാനാണ് വന്നത്. കാരണം നമുക്ക് കുറച്ച് വൈറ്റ് ഫ്രെയിം ഡിസ്പാച്ച് ചെയ്യാണ്ട്. വൈറ്റ് ഫ്രെയിം ഞാൻ പറഞ്ഞില്ല, അധികം നമ്മളിവിടെ സ്റ്റോക്ക് എടുത്ത് വെക്കില്ല. കൂടുതലും നമുക്ക് വരുന്ന ഓർഡേഴ്സ് ഒക്കെ ബ്ലാക്കാണ്. പക്ഷെ ഇന്ന് കുറച്ച് വൈറ്റ് ഫ്രെയിമും ഡിസ്പാച്ച് ചെയ്യാണ്ട്. അപ്പൊ അത് ഓർഡർ ഇല്ല, അത് സ്റ്റോക്ക് ഉണ്ടോ നോക്കുകയാണ്. ഞാൻ അവിടെ ഡിസ്പാച്ച് ചെയ്യാനുള്ള അഡ്രസ്സ് ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ 2 പ്രിന്ററിലായിട്ട് പ്രിന്റ് ഇട്ടുണ്ട്. അപ്പോൾ വേഗം പണി കയറും വെച്ചിട്ട് 2 ഇട്ടതാട്ടോ. അപ്പൊ ഇതിലത്തെ പ്രിന്റ് സെറ്റായി. ഇത് A4, ഇതിൽ പിന്നെ ഇത് ചെറിയ പ്രിന്റ് കേട്ടോ. അപ്പൊ A4 മാത്രമാണ് അതിൽ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുക. പിന്നെ അതാ പ്രിന്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിനോട് സ്ക്രീൻ കട്ടായി പോയി, അതായത് സ്ക്രീൻ ഓഫായി പോയി. അപ്പോൾ അത് അത്രയും ഭാഗം വെറുതെ ആയി പോയി. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം കേട്ടോ. നമ്മൾ സ്ക്രീന് ഓഫായി പോയാൽ കട്ടായി പോകും. അപ്പം അതങ്ങോട്ട് സെറ്റ് ചെയ്തേക്കാം. ഇതെന്ന് വെച്ചാൽ A4ന്റെ കോംബോ ആണ്. അപ്പം 3 ഫ്രെയിംസ് ആണ് ഉണ്ടാവുക. അപ്പം 3 കൂടി ഒരുമിച്ച് ഇട്ടതിന് പക്ഷേ അത് ഇതായിപ്പോയി. അതിനി പ്രിന്റ് ചെയ്യണം ഒന്നുകൂടെ. പിന്നെന്താ A3ന്റെ പ്രിന്റിങ് കഴിഞ്ഞതാട്ടോ. അപ്പോൾ ആ തെർമോക്കോൾ കഴിഞ്ഞു കേട്ടോ. ഈ ഒറ്റൊരു പീസേ ഉള്ളൂ, ഒറ്റൊന്നേ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുള്ളത്. അപ്പോൾ പോയി തെർമോക്കോൾ എടുത്തോണ്ട് വരട്ടെ. അതെടുത്തിട്ട് വേണം ബാക്കി പരിപാടിയൊക്കെ നോക്കാൻ. അത് കഴിഞ്ഞാൽ വേഗം തന്നെ ഫ്രെയിം ചെയ്യാൻ നോക്കാം കേട്ടോ. കാരണം ഡിസ്പാച്ച് ചെയ്യാനുള്ള സമയം ആയില്ല, മീൻസ് ആയിക്കൊണ്ടിരിക്കുന്നു. അതവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പാക്ക് ചെയ്യാൻ ഫ്രെയിം ആക്കുകയാണല്ലേ. അതാക്കിയിട്ട് വേണം പാക്ക് ചെയ്യാൻ. എന്നിട്ട് തെർമോക്കോൾ എടുക്കാൻ പോകാൻ വിചാരിച്ചു. ഇന്ന് പിന്നെ മഴയൊന്നുമില്ല കേട്ടോ. നല്ല വെതറാണ്, നല്ല വെയിലുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പൊ ഞാനും കൂടി പാക്ക് ചെയ്യാൻ വിചാരിച്ചു. എന്നാ വേഗം പണി തീരല്ലോ. അതുകൊണ്ട് ഞാൻ പാക്ക് ചെയ്യാണ്. പ്രിന്റ് അവിടെ എത്തുന്നത് പ്രിന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളത്. ഈ ഫ്രെയിമിന്റെ ആണ് ഇതിന്റെ മുകളിൽ തന്നെ ആയിരിക്കും. ഇത് വൈറ്റ് ഫ്രെയിം ആട്ടോ. അല്ല, ഇപ്പൊ കുറച്ചായിട്ട് വൈറ്റ് ഫ്രെയിം ഇങ്ങനെ വരുന്നുണ്ട്. വൈറ്റ് ആണ് വേണ്ടത്. അതാ പാക്കിംഗ് പരിപാടി കഴിഞ്ഞിട്ടോ. ഇത് തെർമോക്കോൾ എടുത്തില്ല, കാരണം ഇതിൽ കുറേ തെർമോക്കോൾ ഇങ്ങനെ വലിയ വലിയ പീസ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറച്ച് വലിയ വലിയ പീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തീർക്കാൻ വിചാരിച്ചിട്ട് അതെടുത്തിട്ട് പാക്ക് ചെയ്ത്. ഈ ബോക്സ് നിറഞ്ഞെടുക്കുന്നു. അപ്പം അതെടുത്ത് കഴിഞ്ഞാല് അതാ ബോക്സ് പകുതിയായി. അപ്പൊ പ്രശ്നമില്ലല്ലോ, അതുകൊണ്ട് അതന്നെ എടുത്ത് കുറച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ എടുത്ത് ഡിസ്പാച്ച് ചെയ്ത് തരാം. അപ്പൊ നമ്മളിത് സാധനം കൊണ്ട് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി പോവാ കേട്ടോ. ഇവിടെ ബ്ലോക്ക് കാണുന്നില്ല, എന്ന് നോക്കട്ടെ എന്താ അവസ്ഥ. അപ്പൊ നമ്മളിതാ ഡിസ്പാച്ച് ഒക്കെ ചെയ്ത് വരിക കേട്ടോ. വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം എത്തി. ഇനിയിപ്പോ എന്താ വിശക്കുന്നുണ്ട്. രാവിലെ തിയേറ്ററിൽ നിന്ന് പോപ്കോൺ അതാണ് നിന്നില്ല, അതുകൊണ്ട് നല്ല വിശക്കുണ്ട്. പിന്നെ ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ചായ കുടിച്ചിട്ട് ഓഫീസിലേക്ക് പോകാൻ കുറച്ച് പണിയുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം. അപ്പൊ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ മെയിൻ പരിപാടികൾ. നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടി വന്നാട്ടോ. അന്ന് വന്ന അതേ സ്ഥലത്ത് തന്നെയാണേ വന്നത്. ചിക്കൻ റോള് വേണോ? ചിക്കൻ റോൾ ഇതിൻ്റെ എടുത്തോ. അതെൻ്റെതല്ലേ. ഞാനല്ലേ രണ്ടും ടേസ്റ്റ് ചെയ്തോ കേട്ടോ. എനിക്ക് ഏതാ ഇഷ്ടപ്പെട്ട? പായസത്തിന്റെ ടേസ്റ്റ്, പക്ഷെ പാലിനായിട്ട് ആണ്. കോഫി എനിക്ക് ഇഷ്ടമായില്ല. ഞാനും കട്ട്ലേറ്റ് തന്നെ. എനിക്ക് ഇവിടുത്തെ കട്ട്ലേറ്റ് ഇഷ്ടം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതെ, വേറെ ഒന്നും ഞാൻ ഇവിടുത്തെ തിന്നോക്കിയില്ല. അന്ന് ഉന്നക്കായ വെച്ചിട്ട് പഴം നിറച്ച് മാറിപ്പോയി വാങ്ങിയിട്ടില്ല. അങ്ങനെ വാങ്ങിന്നല്ലാണ്ട് വേറെ ഒന്നും വാങ്ങി നോക്കില്ല. ഞാൻ പ്ലേ തിന്നാൻ നോക്കട്ടെ. നല്ല അരമണിക്കൂർ കൊണ്ട് തിന്നേയുള്ളൂ. ടേസ്റ്റ് ഉണ്ട്. വിശപ്പ് കൊണ്ട് മാറാത്തോണ്ട് ഒരു ചിക്കൻ റോളും കൂടെ വാങ്ങിട്ടോ. പക്ഷെ ഞാനിപ്പോഴും കട്ട്ലേറ്റ് തിന്നതിനില്ല. അതെനിക്കും കൂടി വേണ്ടാണ്, മറന്നോണ്ട. അതില്ലേ ചിക്കൻ റോൾ വിചാരിച്ചത്ര ടേസ്റ്റ് ഇല്ല. പക്ഷെ കാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാപ്പി അതേമാതിരി തന്നെ ഉണ്ടല്ലോ അവിടെ.
കുറച്ചുള്ള എന്നെ കാത്തുക്കല്ല, ഞാൻ അവിടെ പോസ്റ്റ് ആവും. അങ്ങനെ ചായ കൂടി കഴിഞ്ഞിട്ടോ, എന്നാ പിന്നെ മെല്ലെ പോവല്ലേ. ഇന്നലത്തെ വീഡിയോയിൽ കാര്യമൊന്നുമില്ല. ഇന്നലെ എന്താ വെച്ചാൽ ഉച്ച മുതലാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. കാരണം വെച്ചാൽ രാവിലെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തിരക്കിനും, ഇന്നും അതേപോലെ തന്നെ ഉച്ച മുതലാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. കാരണം രാവിലെ സിനിമക്കൊക്കെ പോയി ഉച്ച മീൻസ് അത്ര ആയിട്ടില്ല, ഒരു മിഡ് ടൈം അല്ലേ, മീൻസ് 1 മണിയൊന്നും ആയിട്ടില്ല, അതിൻ്റെ മുന്നേ കണ്ടേന്. പക്ഷെ അവിടെ എത്തി പണിവൊക്കെ തുടങ്ങി, അങ്ങനെ കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ അപ്പം നല്ല ഓഫീസിലേക്ക് പോവാം. ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പ്രിൻറ്റിങ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് അഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ടോ, കുറച്ചധികം ഉണ്ടായിരുന്നു. ഇത്രയും അഡ്രസ്സ് ഉണ്ട്, ഇത്രയും അഡ്രസ്സ് ഞാൻ എടുത്തു കഴിഞ്ഞാണ് അത് ഇനിയിപ്പോൾ നാളെ ചുമരി കയറ്റാം. അപ്പം നാളെ അതൊക്കെ വോളിലൊട്ടിക്കണം കേട്ടോ. അപ്പോൾ അഡ്രസ്സ് എടുത്ത് പ്രിൻറ്റിങ് പരിപാടി കഴിഞ്ഞ് അങ്ങനത്തെ ഇന്നത്തെ എൻ്റെ പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ നല്ല ഷോർട്ട് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ കുറച്ച് സമയം ഉണ്ടായിട്ടുള്ളൂ, കാരണം ഉച്ച മുതലാണല്ലോ അടുത്ത. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇതൊക്കെ ഇന്നത്തെ മെയിൻ പരിപാടികൾ. അപ്പം ഞാൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കുക. പക്ഷെ മഴ പെയ്തുണ്ട്, ഇനി കുഴപ്പമില്ല, ഇനി നിന്നാൽ ലേറ്റ് ആയി പോകും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെയാണ്.